സുപ്രഭാതം. ഡോക്ടറോട് ചോദിക്കാം എന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ അക്ഷയ് പ്രകാശാണ്. ക്രിഞ്ചടിക്കുന്നുണ്ടാവല്ലേ? ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എൻ്റെ ഇൻബോക്സ് ഇങ്ങനെയാണെന്നുള്ളതാണ്. ചേട്ടാ, എൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, അവൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ തീരെ കെയർ ചെയ്യുന്നില്ല, അവൾ ഒടുക്കത്തെ പോസിറ്റീവാണോ എന്നാണ്. ഇതെപ്പോഴും ഇവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റുമോ? ഇങ്ങനെ മാത്രം നിന്നാൽ മതിയോ? ഇങ്ങനെ തുടങ്ങി പ്രശ്നം പറച്ചിലാണെന്നുള്ളതാണ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഇതിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടാണ്. എത്രയൊക്കെ പുരോഗമനം പറയുന്ന ആൾക്കാരാണെങ്കിലും ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് സംഭവം ഉണ്ടല്ലോ അല്ലേ? ഇന്നലെ കൂടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്താണ്, ഈവൻ ഞാനടക്കമുള്ള ജനറേഷൻ മൊത്തത്തിൽ ഒരു ഈസി ഗോയിങ് പരിപാടിയായിട്ടാണല്ലോ ഈ റിലേഷൻഷിപ്പിനെ എടുക്കുന്നത് എന്നുള്ളത്. എല്ലാം ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്ന പോലെയാണ്. എന്താ പറയുക, ഒരു സീരിയസ്നെസ് എന്ന് പറയുന്നത് സംഭവമില്ല. റിലേഷൻഷിപ്പിൽ പാർട്ട്ണറിന് ഒരു വാല്യൂ ഇല്ല എന്നുള്ളത്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ പലരും പല ബാക്കിയുള്ള പരിപാടിക്കും പോകുന്നു എന്നുള്ളത്. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്താണ്, ഈ ഒരു പോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ റീൽസൊക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഡെയിലി ഓരോ ആൾക്കാരുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു കേസാണ്. അതായത് എൻ്റെ അടുത്ത് റിലേഷൻഷിപ്പിലായിരുന്നിട്ട് കൂടി വേറെ ആൾക്കാരുടെ അടുത്തേക്ക് അവർ പോകുന്നു എന്നുള്ളത്, അവരുമായിട്ട് ഞാൻ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ചോദിച്ചു, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അത് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവായിക്കൂടെ എന്നുള്ളത്. അത് പറ്റില്ല. കാരണം എന്താ? കാരണം അവനെ അല്ലെങ്കിൽ അവന് അത്ര ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവൾക്ക് അത്ര ഇഷ്ടമാണ്, അവർ ഒഴിവാക്കാനായിട്ട് പറ്റൂല എന്നുള്ളത്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വല്ലതും അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ ഉപദ്രവിക്കും എന്നുള്ളത്. എന്താണ് ഒരു സൊല്യൂഷൻ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെയാണ്. എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾക്കൊരു പീസ് ഉണ്ടാകുന്നത്, ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത്? സൊല്യൂഷൻ ഒറ്റ ഒന്നേ ഉള്ളൂ, എസ്കേപ്പ് ആവുക എന്നുള്ളത്. പക്ഷേ ഇതത്ര എളുപ്പമാണോ? എന്താണ്, എളുപ്പം പറ്റുന്ന പരിപാടിയാണോ? അല്ലല്ലേ. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഒരാളെ, ഓൾസോ ഇത്രയും നല്ല മൊമെൻറ്റ്സൊക്കെ, ഇതൊക്കെ എങ്ങനെ മറക്കും എന്നുള്ളത്. യെസ്, ടൈം എടുക്കും എന്നാണ്, ഒരുപാട് ടൈം എടുക്കും. ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതിൻ്റെ ആദ്യത്തെ പേടി എന്ന് പറയുന്നത് ഇപ്പോൾ പലയിടത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മെയിലിംഗ് പരിപാടിയാണല്ലോ. അവരുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുള്ളത്. അത് ഇന്ന ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ലൈഫ് നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഡാർക്ക് സിറ്റുവേഷനിൽ കൊണ്ടുപോയി തള്ളിയിടുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതും പേടിച്ച് എന്താണ് അവർ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നു എന്നുള്ളത്. ഐ നോ യു മൈറ്റ് ബി ഫ്രൈറ്റൻഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പോലും ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത്. അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പേടിയൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, നിങ്ങൾ എന്ത് കാര്യമൊക്കെ ഷെയർ ചെയ്യുന്ന ഒരാൾ, ജസ്റ്റ് അവരുടെ അടുത്ത് പോയിട്ട് പറയാമെന്നുള്ളതാണ്. ദെൻ ഒരു പോലീസ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഒരു ലീഗൽ സപ്പോർട്ട് തേടുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് റിയലൈസ് ദാറ്റ് ഈ ഒരു ഫോട്ടോ കൊണ്ട് നിങ്ങളുടെ ലൈഫിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആൻഡ് ദർ ഇസ് വൺ മോർ തിങ്. നിങ്ങൾ ഈ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണല്ലോ ഇത്. അതായത് എന്താണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഐ വോണ്ട് സേ ഡൂയിങ് സെക്സ് ബിഫോർ മാരേജ് ഈസ് റോങ്. പക്ഷേ ഇത് നിങ്ങളിൽ പലരും അതിനെ എതിർത്ത് വരും എന്നൊക്കെ അറിയാം. ഓർ മേ ബി ബിക്കോസ് ഐ എം എൻ ഓൾഡ് സ്കൂൾ ടൈപ്പ് എന്ന് പറയാം. ഐ തിങ്ക് അതിലും കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ലൈഫിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്നുള്ളത്. ദ ഡ്രൈവ്സ്, ദ ടോക്സ്, ദ ഫൺ മൊമെൻറ്റ്സ്, എന്താ പറയുക, അച്ചീവിങ് യുവർ ഡ്രീംസ് ടുഗെദർ. ഇങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഐ എം ഷുവർ ഇതൊക്കെ എന്താണ് കേൾക്കുന്നത് നിങ്ങൾ എന്നെ ഒരു ഓൾഡ് സ്കൂൾ ആക്കുന്നറിയാം. ഐ നോ ദാറ്റ് റിയലി വെൽ. പക്ഷേ ഈ ഒരു ജനറേഷനിൽ മോസ്റ്റ്ലി നമ്മൾ കേൾക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ. യെസ്, സിറ്റുവേഷൻഷിപ്പ്. ഒരാളെ മടുക്കുമ്പോൾ വേറൊരാളിലേക്ക് പോകുന്നു എന്നുള്ളത്. ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് റൈറ്റ് നൗ അല്ലേ. എന്താണ്, രണ്ടുപേരും സെയിം മൈൻഡ് സെറ്റൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. പക്ഷേ ഇത് ഒരാൾ മാത്രം എന്താണ് റിലേഷൻഷിപ്പിൽ കുറച്ച് എക്സ്ട്രാ കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൊത്തം സീനായി മാറുന്നു എന്നുള്ളത്. പിന്നെ എന്താണ്, അതിൽ അവർക്ക് ഉണ്ടായേക്കാവുന്ന ആ ഒരു ട്രോമ, ആ ഒരു സ്ട്രഗിൾ എന്താണ്, അതൊക്കെ കൂടുതൽ എന്താണ് സീൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഈ ലാസ്റ്റ് വീക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എന്നെക്കുറിച്ചൊന്ന് സംസാരിച്ചു. അപ്പോൾ അവൾ പറയുന്നൊരു കാര്യം ഇതാണ്, ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളുടെ സോ കോൾഡ് പുരോഗമനവാദികളൊക്കെ പറയുന്നൊരു കാര്യം എന്താണ്, ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ള കൺട്രീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും, അവിടുത്തെ ആൾക്കാരൊക്കെ നോക്കും, അവിടുത്തെ രീതികളൊക്കെ നോക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ്. ബട്ട് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഈസി ഗോയിങ് ആയിട്ടുള്ള പരിപാടിയാണെന്നുള്ളതാണ്. പക്ഷേ ദർ ആർ പീപ്പിൾ എന്താണ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, ഒരു സ്ട്രോങ് ബോണ്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട് എന്നുള്ളതാണ്. ഇവരിതൊന്നും അറിയുന്നില്ല. ഇവർ എന്താണ്, അല്ലെങ്കിൽ കാണാത്ത
അല്ലാത്ത പോലെയൊക്കെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, വാട്ട് എവർ. എന്താണ് നമ്മൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കാനായിട്ട് പറ്റുക? ആദ്യം തന്നെ അവരുമായിട്ടുള്ള കോൺടാക്റ്റ് അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയാസ് ആയാലും ഇൻ പേഴ്സൺ ആയാലും കോൺടാക്റ്റൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്യുന്ന ഒരാളെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും ട്രോമയൊക്കെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനു വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ നേടിയെടുക്കണ്ടേ? നിങ്ങൾ ഡ്രീംസ് ചെയ്ത ഒരു ലൈഫ് നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഓക്കെ, കൂടുതൽ ടോക്സിക് മോട്ടിവേഷൻ തരുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലേ? സോറി, പക്ഷേ ഫാക്റ്റ് ഇതാണെന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഡിസേർവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. യു ഡിസേർവ് മോർ. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങിക്കുക. ജസ്റ്റ് ലവ് യുവർ സെൽഫ്. ഇടയ്ക്ക് ഇതുപോലെയുള്ള പോഡ്കാസ്റ്റൊക്കെ കേൾക്കാനായിട്ട് വരിക, പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഒറ്റയ്ക്ക് ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുക എന്നുള്ളത് തന്നെയാണ്. അതിൽ മടിച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്. കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.